ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളുള്ളത് ഫോർട്ട് കൊച്ചിയിലാണ്. അപ്പോൾ സിനഗോഗ് കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ജ്യൂസ് സ്ട്രീറ്റിൽ വന്നപ്പോൾ തന്നെ ഫസ്റ്റ് കണ്ടത് ഈ ഒരു റൂട്ട് മാപ്പാണ്. പിന്നെ ഒരുപാട് കടകൾ കണ്ടു. ഇവിടെ ആൻറ്റീക്സും അതല്ലാതെ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യുന്ന പോലെ അവർക്ക് മെമ്മറി ആയിട്ട് സേവ് ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ ഈ ഫ്രിഡ്ജിൽ ഒട്ടിക്കുന്ന മാഗ്നറ്റ്സ് ഒക്കെ ഇല്ലേ, അതുപോലെ ഒത്തിരി സാധനങ്ങൾ ഞാൻ കണ്ടു കേട്ടോ. എന്നെ ഇവിടെ ആകർഷിച്ച ഒരു സാധനം ഇതാണ്. ഇതിൽ ഞാൻ കുറച്ച് സമയം നോക്കിയിരുന്നു. ഡോറിൻ്റെ ഫ്രണ്ടിലൊക്കെ നമ്മളെപ്പോഴും ഹാങ് ചെയ്ത് കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നി. പിന്നെ അങ്ങനെ ഇതാണ് സാറാ കോഹൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജ്യൂയുടെ വീട്. ഇവർ ഇവിടെ തന്നെയാണ്. എല്ലാവരും ഇസ്രായേലിലേക്ക് പോയപ്പോഴും ഇവർ പോയില്ല. അപ്പോൾ ഇവരുടെ വീടാണിത്. ഇവരെ വെച്ചിട്ടൊരു മലയാളം സിനിമ എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ആൻറ്റീക് ഷോപ്പും ആ സിനിമയിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ കണ്ടു. ഇവിടെ ഒത്തിരി ആൻറ്റീക് ഷോപ്പുണ്ട്. ഷോപ്സിൻ്റെ ഉള്ളിൽ കയറി വീഡിയോ എടുക്കാൻ നമുക്ക് അനുവാദമില്ല. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ എടുക്കാൻ കാരണം ഈ ഒരു തിരി സ്റ്റാൻഡ് കണ്ടിട്ടാണ്. നമ്മൾ പണ്ടൊരു ജീൻ ആൻഡ് ബിഷപ്സ് ക്യാൻഡിൽ സ്റ്റിക്സ് എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു കഥ വായിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഇതെനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നി. അവിടെ ഒരു കഫേ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതായിട്ടാണ്. പിന്നെ ഇവിടെയുള്ള വിളക്കുകളുടെ ഒക്കെ സ്റ്റാൻഡിൽ തന്നെ ഈ ജ്യൂസിൻ്റെ സിമ്പിൾസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഒത്തിരി കടകളുള്ളതുകൊണ്ട് എല്ലാം ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി. ഫോർട്ട് കൊച്ചിയിലൊക്കെ ഒത്തിരി തവണ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ഏരിയയിലേക്ക് നമ്മൾ വന്നിട്ടില്ല. പെർഫ്യൂംസും അത്തറുകളും ഒക്കെ ഒത്തിരി ഇവിടെ കൊടുക്കുന്നുണ്ട്, സെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അബദ്ധം മനസ്സിലായത്. അതായത് ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ 2 മണി വരെ നമുക്കിവിടെ കയറാൻ പറ്റുള്ളൂ അകത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും കറക്റ്റ് 2:10 അപ്പോൾ ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. അപ്പോൾ പുറത്തുനിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇപ്പോൾ സിനഗോഗ് കാണാൻ പറ്റിയില്ലെങ്കിലും സാരമില്ല, നമുക്ക് ജ്യൂസിൻ്റെ സെമിട്രി കാണാം, അപ്പോൾ കുഴപ്പമില്ലല്ലോ, അപ്പോൾ നമുക്കൊരു അത് കാണാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ തിരിച്ചു പോയപ്പോഴത്തേക്ക് ഇതേപോലെ ഒത്തിരി ആൻറ്റീക് ഷോപ്സ് കണ്ടു. നമ്മൾ പുറത്തുനിന്ന് വീഡിയോസ് എടുത്തു. അകത്ത് കയറി വീഡിയോസ് എടുക്കാനായിട്ട് അവർ സമ്മതിക്കില്ല. ഇതും അവർ കാണാത്ത കൊണ്ടാണ് ആക്ച്വലി നമുക്ക് എടുക്കാൻ പറ്റിയത്. അവർ അകത്തായതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയതാണ്, അല്ലെങ്കിൽ അവർ സമ്മതിക്കില്ല. പിന്നെ ഈ ഉരുളി നമ്മൾ ചോദിച്ചിട്ട് എടുത്താട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തോരം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. അത്രയും വലിയ ഉരുളിയാണ്. ഇത്രയും വലിയ ഉരുളി എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അത് കണ്ട് ഞെട്ടി നിൽക്കുന്ന ആൻസീനെയാണ് നിങ്ങളീ കാണുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞങ്ങൾ ജ്യൂസിമിട്രി അന്വേഷിച്ച് പോകാൻ തുടങ്ങി. ഇവിടെ തൊട്ടടുത്താണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ കാണുന്നതാണ് ജ്യൂസിമിട്രി. ഈ ബൊഗെയിൻവില്ല നിൽക്കുന്നത് ആണ് ജ്യൂസിമിട്രി. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും കൊള്ളാം, നല്ല രസമുണ്ട്. അപ്പോൾ ലോക്കൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവം നോക്കി അവിടെ ഒരു എഴുത്ത് കണ്ട് അതൊന്ന് സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് അതും മനസ്സിലായത്. വിസിറ്റേഴ്സ് അലൗഡ് അല്ല എന്ന്. അപ്പോൾ അതും കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച 2 സ്ഥലത്ത് ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. പിന്നെ പുറത്തൊക്കെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. പിന്നെ അവരുടെ ലാംഗ്വേജിൽ ഹീബ്രുവിൽ എന്തൊക്കെയോ പ്രാർത്ഥനകളോ അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കിയ ആൾക്കാരുടെ പേരുകളോ എന്തൊക്കെയോ ആയിരിക്കാം. അതും കുറച്ച് സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ തിരിച്ചു വരുന്ന വഴിയിലാണെങ്കിലും ഒത്തിരി ആൻറ്റീക് ഷോപ്സും ഉണ്ട് ഇവിടെ. പലതരം സംഭവങ്ങൾ. ഞങ്ങൾ 1-2 സ്റ്റോറിലൊക്കെ കയറിയായിരുന്നു, ആൻറ്റിക് സ്റ്റോറിലൊക്കെ കയറിയായിരുന്നു. കാരണം എനിക്ക് ഇങ്ങനത്തെ പഴയ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കയറി കുറച്ച് സംഭവങ്ങളൊക്കെ നോക്കി നല്ല ഭംഗിയുള്ള സംഭവങ്ങളൊക്കെ കണ്ടു. പഴയ ഒരുപാട് സംഭവങ്ങൾ കണ്ടു. അങ്ങനെ ഇവിടുത്തെ ടൂറിസ്റ്റുകൾക്കുള്ള ബോട്ടിൽ യാത്ര ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ ടൂറിസ്റ്റുകൾക്കുള്ളൊരു സംഭവം ആ ഒരു ജെട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയാണെങ്കിലും ഇതേപോലെ ഒത്തിരി സംഭവങ്ങൾ, ഇപ്പം സിൽവറിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ അല്ലാത്ത നോർമൽ സംഭവങ്ങൾ നമുക്കൊരു മെമ്മറി ആയിട്ടൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒത്തിരി സാധനങ്ങൾ ഇവിടെ സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് സമയം നോക്കി നിന്നിട്ടാണ് ഞങ്ങൾ ആ ജെട്ടിയിലേക്ക് പോയത്. അങ്ങനെ ഇതാണ് ടൂറിസ്റ്റ് ബോട്ടിംഗ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ജെട്ടി. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് എത്തി. എന്താ പറയുക, ഈ സമയത്ത് ഭയങ്കര മഴയും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ടൂറിസ്റ്റുകളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ മഴയുള്ള സമയത്ത് ഇവിടെ കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. ഇപ്പോൾ തന്നെ ആ ഗുൽമോഹറൊക്കെ കണ്ടില്ലേ, നല്ല രസമുണ്ടായി കാണാൻ. പിന്നെ എനിക്ക് തോന്നുന്നു അതെന്തോ പെട്രോളിൻ്റെയോ അങ്ങനെ എന്തോ കപ്പൽ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ടൂറിസ്റ്റുകൾ ബോട്ടിങ്ങിന് പോകുന്ന ബോട്ട് ഇതാണ്. പിന്നെ അവിടെയാണെങ്കിൽ നേവിയുടെ നേവിയുടെയൊക്കെ ഇങ്ങനെ ഒരു കപ്പലും കൂടെ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയൊക്കെ ഇനി റോറോയിൽ തിരിച്ച് ഞങ്ങൾ വൈപ്പിനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ വരുന്ന റോറോയിലാണ് നമ്മൾ തിരിച്ച് പോകാനായിട്ടുള്ളത്. അങ്ങനെ ഒത്തിരി പേര് റോറോ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഈ കണ്ട ആൾക്കാർ മുഴുവൻ ഈ റോറോയിൽ കയറാൻ വേണ്ടി നിൽക്കുന്നവരാണ്. അപ്പോൾ റോറോ വരുന്നത് കണ്ടിട്ട് എല്ലാവരും തിരിച്ച്, മഴയാണെങ്കിൽ നല്ല മഴയുണ്ടായിരുന്നു ഈ സമയത്ത്, എല്ലാവരും തിരിച്ച് വണ്ടിയൊക്കെ എടുത്ത് ഇപ്പോൾ നമ്മളും റോറോയിൽ കയറണം. അപ്പോൾ നിങ്ങൾക്ക് കാഴ്ച കാണിച്ചു തരാൻ വേണ്ടി ആൻസി എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു വിൻഡോ സൈഡിൽ തന്നെ നിൽക്കണമെന്ന്.
പക്ഷേ ദൈവം സഹായിച്ച് വിൻഡോ സൈഡിൽ നിൽക്കാൻ പറ്റില്ല. നമ്മൾ കറക്റ്റ് സെൻറ്ററിൽ തന്നെയായിരുന്നു. ഫ്രണ്ടിലും ബാക്കിലും ഇത്ര അധികം ആൾക്കാരുണ്ടായി. ഇത് അവിടെ കാണുന്ന ആ ദൂരെ കാണുന്ന സ്ഥലമാണ് വൈപ്പിൻ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. കൊച്ചിയിലേക്കും ഇഷ്ടം പോലെ ആൾക്കാർ പോകാനുണ്ടായിരുന്നു. ഈ കിടക്കുന്ന മീൻ വണ്ടിയൊക്കെ കൊച്ചിയിലേക്ക് പോകാൻ വേണ്ടി കിടക്കുന്ന ഒത്തിരി വലിയ ക്യൂ ആയിരുന്നു കേട്ടോ. കാറുകളൊക്കെ കണ്ടോ, ഒരുപാട് വലിയ ക്യൂ ആണ് കൊച്ചിയിലേക്ക് പോകാൻ വേണ്ടി കിടക്കുന്നത്. അതേപോലെ കൊച്ചിയിലാണെങ്കിലും വൈപ്പിനിലേക്ക് പോകാൻ വേണ്ടി വലിയൊരു ക്യൂ തന്നെ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നീട് വന്നത് ഇവിടെ വൈപ്പിനിലുള്ള സ്റ്റുഡിയോയിലാണ്. ആൻസിക്കൊരു ബ്ലാക്ക് പാൻസ് വേണം എന്ന് പറഞ്ഞിട്ട് അത് നോക്കാൻ വേണ്ടി വന്നതാണ്. ജീൻസ് വേണ്ട എന്നൊരു പാൻസ് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവളവിടെ കുറേ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. ഇത് നനഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഫുൾ നനഞ്ഞു പോയി. ഇന്നിപ്പോൾ പോയിട്ട് ഫുൾ മഴയായിരുന്നല്ലോ. അപ്പം നനഞ്ഞു പോയി ഫുൾ. അപ്പോൾ ഇപ്പം നമുക്ക് മനസ്സിലായിട്ടൊരു കാര്യം, ഉച്ച കഴിഞ്ഞിട്ട് ഒരിക്കലും പുറത്തിറങ്ങരുത് എന്നുള്ളതാണ്. അത്രയ്ക്ക് മഴയാണ്, ഒരു രക്ഷയില്ല. പിന്നെ ഇവിടെ സാധനം നമ്മൾ നോക്കിയ സംഭവം കിട്ടാത്തതുകൊണ്ട് നമ്മളിവിടെ കുറച്ച് ഇവിടുത്തെ കമ്മലുകളും സംഭവങ്ങളൊക്കെ നോക്കി. ഇവിടെ നിന്ന് കമ്മലുകളൊക്കെ വാങ്ങാറുണ്ട് കേട്ടോ. നിങ്ങൾ ഇവിടുത്തെ സ്റ്റുഡിയോയിൽ നിന്ന് കമ്മലൊക്കെ വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. കാരണം ഞാൻ ഇവിടെ നിന്ന് വാങ്ങാറുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമാവാറുണ്ട്. അഫോർഡബിളും ആണ് ഇയറിങ്സൊക്കെ ഇവിടുത്തെ. മാത്രമല്ല കുറച്ച് ക്യൂട്ടുമാണ് കാണാൻ. പിന്നെ ഞാൻ ഇവിടുത്തെ സാധനങ്ങളൊക്കെ ചുമ്മാ നോക്കി. ഫുഡ് വെയേഴ്സ് ആണെങ്കിലും ഇവിടുന്ന് ഫുഡ് വെയേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട് 1-2 എന്നാലും ഞാൻ ഫുഡ് വെയേഴ്സിൻ്റെ അത്ര ഫാനല്ല ഇവിടുത്തെ. പക്ഷെ എന്നാലും രസമുണ്ട്, കാണാൻ രസമുണ്ട്, അഫോർഡബിളാണ്. അപ്പോൾ ഞാൻ ചുമ്മാ അതൊക്കെ ഇങ്ങനെ കുറച്ച് സമയം നോക്കിയെന്ന്. എന്തായാലും കയറിയതല്ലേ, പുറത്താണെങ്കിൽ നല്ല മഴയുണ്ട്, അപ്പോൾ സമയം പോട്ടെ എന്ന് ഓർത്തിട്ട് അങ്ങനെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ മഴയൊക്കെ കുറച്ച് കുറഞ്ഞപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് നോക്കിയ സാധനം കിട്ടാതിരിക്കുമ്പോൾ വളിച്ച മുഖം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.